നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഐഡിയോളജീസിന്റെ പുറത്ത്? എന്റെ തലമുറയിൽ പെട്ടവര് അദ്ദേഹത്തിന്റെ കൂട്ട് ചിന്തിക്കണമെന്നില്ല. ശരിയാണ്, ചെറുപ്പക്കാര് ചിന്തിക്കുന്ന മറ്റൊരു തരത്തിലായിരിക്കും. ഞാൻ ചിലപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്റെ കാഴ്ചപ്പാട് തമ്മിൽ വ്യത്യാസം കാണും പല കാര്യങ്ങളും. പക്ഷേ അങ്ങനെ വ്യത്യാസം ഉണ്ടായിരുന്നപ്പോ പോലും അദ്ദേഹമാണ് ശരി എന്ന് കാലം തെളിയിച്ചു. ഇത്രയും സമയം റെസ്റ്റ് എടുക്കാതെ സ്പെൻഡ് ചെയ്തത് ഞാൻ എപ്പോഴും ആലോചിക്കും, ഇത്രയും എടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും പിന്നെ ചിലരോട് ഉള്ള സമീപനം, ആ സമീപനം അദ്ദേഹത്തിന് ദോഷമായിട്ടാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്നത് ഗുണമായി തീർന്നു ഞാൻ പറയും. എല്ലാം പോസിറ്റീവായി തീർന്നു. ആണോ? അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഈ വിവാദങ്ങളിലൊക്കെ അദ്ദേഹം ചെന്ന് പെടുമ്പോ ഒരു മകൻ എന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്? അല്ല, അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. തെറ്റ് ചെയ്തിട്ടില്ല, കാലം തെളിയിച്ചു. നിങ്ങൾ തമ്മിൽ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഒരുപാട് സംസാരിക്കാൻ അദ്ദേഹം സംസാരിക്കത്തില്ല, വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ. അറിയാത്തൊരു കുറ്റത്തിനാണ് അദ്ദേഹത്തെ ഇത് ചെയ്തിരിക്കുന്നത്. കാലം അത് സത്യം തെളിയിച്ചു. അപ്പായിരുന്നു ശരിയെന്ന് എപ്പോഴെങ്കിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ഡിബേറ്റിന്റെ ആവശ്യമില്ലല്ലോ. ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന MLA അപ്പുറത്തേക്ക് ഒരു വ്യക്തിയുടെ കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ് കാര്യങ്ങൾ ചോദിക്കട്ടെ. അതായത് ഒരു ഫേവറേറ്റ് പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുപ്പള്ളി കഴിഞ്ഞാൽ മറ്റെന്ത് പറയും? ഡൽഹി തന്നെ. ഡൽഹി എന്തുകൊണ്ട്? അവിടെ പഠിച്ചത് കൊണ്ടാണോ? പഠിച്ചതുകൊണ്ട്. ഞാൻ ഡൽഹി പോകാനുള്ള കാരണം തന്നെ എനിക്ക് പേരൻസിനെ വിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹോം സിക്ക് ആയിട്ടുള്ള ആളാണ്. അന്ന് ഭയങ്കര ഇതായിരുന്നു, കാരണം വലിയ പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് പേരൻസിനെ വിട്ടു പോകാൻ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് അമ്മയെ വിട്ടു പോകുന്ന ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആള് പക്ഷെ ഇവർ രണ്ടുപേരും അല്ല, രാജീവ് ഗാന്ധി ആയിരുന്നു. അപ്പൊ എന്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത്. സോ അദ്ദേഹത്തിന് രാജീവ് ഗാന്ധിയോട് അത്ര ഭയങ്കരമായ സ്നേഹം വരാനുള്ള അത് അങ്ങനെയാണ്. അതിപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഒരു കത്ത് ഞാൻ അയച്ചു എന്റെ ചെറുപ്പത്തിൽ. അപ്പൊ അദ്ദേഹം എന്റെ സ്കൂൾ അഡ്രസ് വെച്ച് അയച്ചു. ആ കത്ത് എനിക്ക് ഒരാഴ്ചക്കുള്ള റിപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ടൊരു കത്ത് ഈസ്റ്ററിന് അയച്ചു. അപ്പൊ ഒരു കുട്ടി എന്ന നിലയ്ക്ക് അപ്പൊ എനിക്കിപ്പോഴും കുട്ടികളോട് ഇഷ്ടം വെച്ചാല് അവര് നമ്മളെ കാണി ഭയങ്കര സ്നേഹമാണ്. അപ്പൊ നമുക്ക് പക്ഷെ അങ്ങനെ എന്താ പറയാ, അവര് സ്വാഭാവികമായിട്ട് കാണിക്കുന്ന ഇഷ്ടമാണ്. അവർക്ക് ഒന്നും ആവശ്യം ഉണ്ടായിട്ടല്ല, അവർക്ക് അത്രയ്ക്ക് സ്നേഹം നമ്മളോട്. അപ്പൊ നമ്മള് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ സ്പോർട്സ് സെന്ററെങ്കിലും ആക്കി നമ്മുടെ നാടിനെ മാറ്റണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അവർക്കുള്ള ഒരു നന്ദി പ്രകടനമായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ, എനിക്ക് നിങ്ങളെക്കാളൊക്കെ ഇഷ്ടം രാജീവ് ഗാന്ധിയാണെന്നൊക്കെ പറയാറുണ്ട്? കൊച്ചിയിലെ അതെ, എന്നാലും അങ്ങനെയൊക്കെ LKG UKG